വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു തൈര് സാദം, അതായത് കേർഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കിയാലും മതി കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു വലിയ കപ്പ് ഫുള്ള് റൈസ് വേവിച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. സാധാരണ പൊന്നി റൈസ് നമ്മൾ ചോറ് പോലെ വെച്ചിട്ട് ഇട്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് നല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പശുവിൻ നെയ്യാണ്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഇതൊന്ന് ചൂടായി പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക് കൂടെ ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പിന്നെ 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുള്ള ചോറും തൈരിൻ്റെ മിക്സ്ചറില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ മുളക് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളക് ചേർക്കണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കേർഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികളെ ലഞ്ച് ബോക്സിലും ടിഫിനായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുത്തയക്കാം. വീട്ടിലും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അച്ചാറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വേണമെന്നുള്ളവർക്ക് ഇതിൽ അനാറും നട്ട്സും ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.